ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. ലൈഫ് ഈസ് PSC കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടി വിഷയാടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ക്ലാസ്സുകളുടെ പാർട്ട് 5 ആണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ക്ലാസ്സിൻ്റെ പാർട്ട് 4 മുകളിലെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇന്ത്യയിലെ വിവിധ കമ്മീഷനുകളെക്കുറിച്ച് PSC പരീക്ഷകളിൽ ധാരാളം ചോദ്യങ്ങൾ കടന്നു വരാറുണ്ട്. അതുകൊണ്ട് വിവരാവകാശ കമ്മീഷനെക്കുറിച്ചും മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ, സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-നാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ആഗസ്റ്റ് ക്രാന്തി ഭവനാണ്. ഇത് ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആഗസ്റ്റ് ക്രാന്തി ഭവൻ ന്യൂഡൽഹിയിലാണ്. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനിലെ ആകെ അംഗങ്ങൾ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഉൾപ്പെടെ 11 പേരാണ്. വിവരാവകാശ കമ്മീഷനിലെ ആകെ അംഗങ്ങൾ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഉൾപ്പെടെ 11 പേർ. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങുന്ന 3 അംഗ സമിതിയാണ്. ഈ ചോദ്യം പലപ്പോഴും ഉദ്യോഗാർത്ഥികൾക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ചോദ്യം വന്നാൽ അത് പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങുന്ന 3 അംഗ സമിതിയാണ്. ഈ 3 അംഗ സമിതിയാണ് ഇതിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ഇതിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? അത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. അപ്പോൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. കൂടാതെ ഈ അംഗങ്ങളെ നീക്കം ചെയ്യുന്നതും ഇന്ത്യൻ രാഷ്ട്രപതി തന്നെയാണ്. അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ മുമ്പാകെയാണ്. കൂടാതെ രാജി സമർപ്പിക്കുന്നതും ഇന്ത്യൻ രാഷ്ട്രപതിയുടെ മുമ്പാകെയാണ്. അപ്പോൾ വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ്, നീക്കം ചെയ്യുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ്, അംഗങ്ങളെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നതും ഇന്ത്യൻ രാഷ്ട്രപതിയാണ്, അംഗങ്ങൾ രാജി സമർപ്പിക്കുന്നതും ഇന്ത്യൻ രാഷ്ട്രപതിയുടെ മുമ്പാകെയാണ്. വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി ആരാണ്? വജാഹത്ത് ഹബീബുള്ള. വജാഹത്ത് ഹബീബുള്ളയാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ദീപക് സന്ധുവാണ്. ദീപക് സന്ധുവാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത. ഏറ്റവും പ്രധാനപ്പെട്ടത് നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണെന്നാണ്. അത് സുധീർ ഭാർഗവയാണ്. ന്യൂ അപ്പോയിൻമെൻ്റാണ് നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ സുധീർ ഭാർഗവ. അടുത്തത് സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ചാണ്. സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഡിസംബർ 19-നാണ്. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഡിസംബർ 19. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ ആകെ അംഗങ്ങൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ പോലെ തന്നെയാണ്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഉൾപ്പെടെ 11 പേർ. ഇതിലെ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? ഗവർണറാണ്. അപ്പോൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലേക്ക് വരുമ്പോൾ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? ഗവർണറാണ്. കൂടാതെ അംഗങ്ങളെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നതും അംഗങ്ങൾ രാജി സമർപ്പിക്കുന്നതും
ഗവർണറുടെ മുമ്പാകെയാണ്. അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നതും അംഗങ്ങൾ രാജി സമർപ്പിക്കുന്നതും ഗവർണറുടെ മുമ്പാകെയാണ്. ഇവിടെയും അംഗങ്ങളുടെ കാലാവധി മാറ്റമില്ല. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ പോലെ തന്നെ 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് എന്നതാണ്. അപ്പോൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി പാലാട്ട് മോഹൻദാസ് ആണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി പാലാട്ട് മോഹൻദാസ്. പ്രധാനപ്പെട്ട ചോദ്യം നിലവിലെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ്. വിൻസൻ എം പോൾ. വിൻസൻ എം പോളാണ് നിലവിലെ കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ക്ലാസ്സിൻ്റെ PDF നോട്ട് ആവശ്യമുള്ളവർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ലൈഫ് ഈസ് PSC കോച്ചിങ്ങിൻ്റെ ടെലഗ്രാം ചാനൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അതിലൂടെ ചാനലിൽ എത്തിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ PDF നോട്ട് ലഭ്യമാകുന്നതാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12-നാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ് 1993 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം മാനവ് അധികാർ ഭവനാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയിലെ മാനവ് അധികാർ ഭവനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം. ഇതിലെ ആകെ അംഗങ്ങൾ ചെയർമാൻ ഉൾപ്പെടെ 5 പേരാണ്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആകെ അംഗങ്ങൾ 5 പേരാണ്. ചെയർമാൻ ഉൾപ്പെടെയാണ് 5 പേർ. ഇതിലെ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഇന്ത്യൻ രാഷ്ട്രപതി തന്നെയാണ്. അധ്യക്ഷനാകാനുള്ള യോഗ്യത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിൽ നിന്നും വിരമിച്ച ആളായിരിക്കണം. അധ്യക്ഷനാകാനുള്ള യോഗ്യത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിൽ നിന്നും വിരമിച്ചയാൾ ആയിരിക്കണം. അംഗങ്ങളുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. അംഗങ്ങളുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനായ ആദ്യ മലയാളി അല്ലെങ്കിൽ ഏക മലയാളി ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനായ ഏക മലയാളിയാണ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ HL ദത്തുവാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ HL ദത്തു. ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ എന്നിവയുടെ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിരിക്കും. അടുത്തത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ചാണ്. സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11-നാണ്. ഇപ്പോൾ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഇതിലെ ആകെ അംഗങ്ങൾ ചെയർമാൻ ഉൾപ്പെടെ 3 പേരാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. എന്നാൽ ഇതിലെ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയുമാണ്. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനാകാനുള്ള യോഗ്യതയാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിൽ നിന്നും വിരമിച്ച ആൾക്ക് മാത്രമേ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനാകാൻ സാധിക്കുകയുള്ളൂ.
ഇതിലെ അംഗങ്ങളുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് M.M. പരീത് പിള്ളയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് M.M. പരീത് പിള്ള. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് ആൻ്റണി ഡൊമിനിക്കാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് ആൻ്റണി ഡൊമിനിക്കാണ്. വിഷയാടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന പുതിയ ക്ലാസ്സുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.